Hello all, welcome to Kude Day 7 Xylem Mains Answer Writing Program. അപ്പം ഇന്നും നമ്മൾ ഒരു കൾച്ചറൽ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത് 10 മാർക്കിന്റെ. എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ എവല്യൂഷൻ ഓഫ് സ്തൂപ ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ ദ ഫിലോസഫിക്കൽ ആൻഡ് ആർക്കിടെക്ചറൽ എവല്യൂഷൻ ഓഫ് സ്തൂപ ഇൻ ഇന്ത്യ. പല രീതിയിലും വേണമെങ്കിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്യാമേ. ഇനിഷ്യലി സ്തൂപയെ കുറിച്ച് എഗെയിൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, നമുക്ക് ചോദ്യം അറിയാം, നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ എന്താണെന്നുള്ളതിനെ പറ്റി അവയർനെസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സാധനമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടന്റിനെ പറ്റി ഒന്നും പറയില്ല, പക്ഷേ വി നോ ദ തിങ് എന്ന് കാണിക്കുന്നതായിരിക്കണം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്തൂപയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അതിനുശേഷം നമുക്ക് സ്ട്രക്ചർ ചെയ്യുന്നത് പല രീതിയിലും ചെയ്യാം. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ ഓഫ് സ്തൂപയാണ്. എവല്യൂഷൻ ഓഫ് സ്തൂപ, ആ എവല്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത് എന്തിനേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ആർക്കിടെക്ചറൽ എവല്യൂഷൻ ആൻഡ് ഫിലോസഫിക്കൽ എവല്യൂഷൻ. ആർക്കിടെക്ചറൽ എവല്യൂഷൻ ആൻഡ് ഫിലോസഫിക്കൽ എവല്യൂഷൻ. ഇപ്പം ആർക്കിടെക്ചർ ഇവോൾവ് ചെയ്തത് ഏൻഷ്യൻ ടൈംസ് മുതൽ സ്തൂപ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറും ഒരു ക്ലേ മൗണ്ട് ആണെങ്കിൽ ഇവൻച്വലി അതൊരു ആർക്കിടെക്ചറൽ വണ്ടർ ആയിട്ട് മാറും നമുക്ക് കാണാം. ഇപ്പം നമ്മുടെ സുങ്കാസ് പോലുള്ളവരൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു മൗണ്ടിൻ്റെ പുറത്തേക്ക് തൊറാനാസും അതിൻ്റെ അകത്ത് എക്ഷാസിൻ്റെ ഫിഗറൈൻസും ഒക്കെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ആർക്കിടെക്ചർ പാർട്ട് എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഇനിഷ്യലി അതിനൊരു ബറിയൽ മൗണ്ട് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്തിലെ ഡെത്ത് എന്ന് പറയുന്ന പാർട്ടിനെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ബറിയൽ മൗണ്ട് മാത്രമായിട്ട് കാണുന്നതെങ്കിൽ അത് കൾമിനേറ്റ് ചെയ്തെത്തുമ്പോഴേക്കും അത് ബുദ്ധിസ്റ്റ് ഐഡിയോളജീസിൻ്റെ ഒരു മെറ്റീരിയലിസ്റ്റ് ഫോം ആയിട്ട് അതിനെ കാണുന്നുണ്ട്. അപ്പം എപ്പോഴും ചോദ്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ടൊരു തോട്ട് കൊടുക്കണം. കാരണം എന്ന് പറയുന്നത് പലപ്പോഴും സ്ട്രക്ചർ ഈസ് സബ്ജക്റ്റീവ്. ഒരു ചോദ്യത്തിന് പല പാർട്ടുകൾ കാണും, അതെന്തായാലും ആൻസർ ചെയ്യേണ്ട പാർട്ടുകൾ തന്നെയാണ്. അതല്ല ഞാൻ സബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കണ്ടന്റിന് കാറ്റർ ചെയ്യാൻ അനുസരിച്ചായിരിക്കണം നമ്മൾ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആർക്കിടെക്ചറൽ എവല്യൂഷൻ, ഫിലോസഫിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ് 2 ഹെഡിങ്ങുകൾ കൊടുക്കാം, എന്നിട്ട് പോയിന്റ്സ് എഴുതാം. പക്ഷെ ദ തിങ് ഈസ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിന് നമുക്കധികം പോയിന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 പോയിന്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലോസഫിക്കൽ ആസ്പെക്ട്, ബറിയൽ മൗണ്ട്, ബുദ്ധിസ്റ്റ് ഐഡിയോളജി, അതിനിടയിൽ നമുക്കൊന്നും വെക്കാനില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് വളരെ ശുഷ്കമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം 2നും സെപ്പറേറ്റ് ആയിട്ട് ക്യാരക്ടർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പോയിന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എവല്യൂഷൻ ആസ്പെക്റ്റിൽ ഇതിനെ കൊണ്ടുപോകാം. ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ ഫേസ്, അതിൻ്റെ ഗ്രോയിങ് ഫേസ്, അതിൻ്റെ കൾമിനേറ്റിംഗ് ഫേസ്, എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നതെന്ന് ആ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ സബ് ഹെഡിങ് ഇട്ടിട്ട് അതിൽ ആർക്കിടെക്ചർ ആൻഡ് ഫിലോസഫിക്കൽ പാർട്ടിനെ നമുക്ക് കൊണ്ടുപോകാം. ഇപ്പം തുടങ്ങിയ ടൈമിലാണെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മിയർ ക്ലേ മൗണ്ട് മാത്രമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഒരു ബറിയൽ ആസ്പെക്റ്റിലാണ് അതിനെ കാണുന്നത്. അപ്പം വളരെ റുഡിമെൻ്ററി ആയിട്ടുള്ള ആർക്കിടെക്ചർ ആൻഡ് ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അതെങ്ങനെ മാറി വന്നു എന്നുള്ളത് 2ഉം കൂടെ വെച്ച് നമുക്ക് പറയാം. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കണ്ടന്റ് ലെവൽ, യുവർ കോൺഫിഡൻസ്. ഈ പാഠമെല്ലാം അഡ്രസ്സ് ചെയ്യണം. ആർക്കിടെക്ചർ എങ്ങനെ ഇവോൾവ് ആയി, ഫിലോസഫി എങ്ങനെ ഇവോൾവ് ആയി എന്നുള്ളത് നമ്മൾ കാണിക്കണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ടന്റ് പാർട്ടിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അതിനെ സ്ട്രക്ചർ ചെയ്യാം. എല്ലാ ചോദ്യങ്ങൾക്കും ഇത് ബാധകമാണേ. അൾട്ടിമേറ്റ്ലി വായിക്കുന്ന ആൾ ഈ ചോദ്യം വൃത്തിയായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഇത് എഴുതിയ ആൾക്ക് കാര്യങ്ങൾ അറിയാം, ക്വസ്റ്റിൻ്റെ എല്ലാ പാർട്ടും അഡക്വേറ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫീൽ എക്സാമിന് കിട്ടുക. അപ്പോൾ അതിനൊരു തമ്പ് റൂളൊന്നുമില്ല, എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യണമെന്നേ ഉള്ളൂ. എങ്ങനെ ചെയ്യണം, ആ സ്ട്രക്ചറിനെ എങ്ങനെ നമ്മൾ മാനൂവർ ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ്പ് ടു യുവർ കൺവിക്ഷൻ. Introduction. The stupa originated as a burial mound in prehistoric times and was transformed into a major Buddhist architectural form in the Mauryan period. സ്തൂപ എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ ഒരു ബറിയൽ മൗണ്ട് ആയിട്ട് തുടങ്ങിയിട്ട് അത് മൗര്യൻ പീരീഡ് എത്തുമ്പോഴാണ് ഒരു മേജർ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറൽ ഫോം ആകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇൻട്രോ. ഇനി ആർക്കിടെക്ചർ ആൻഡ് ഫിലോസഫിക്കൽ എവല്യൂഷൻ ഓഫ് സ്തൂപ. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഹെഡിങ് അല്ല, പകരം പ്രീ ഹിസ്റ്റോറിക്, മൗര്യൻ പീരീഡ്, പോസ്റ്റ് മൗര്യൻ, ഇങ്ങനെ ഒരു 3 ഫേസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ആൻസറിനെ ഡിസൈൻ ചെയ്യുന്നത്. പ്രീ ഹിസ്റ്റോറിക് ടൈംസ് എന്ന് പറയുമ്പോഴേക്കും പ്രിമിറ്റീവ് മൗണ്ട് ആണ്, പ്ലസ് ഓർണമെന്റേഷൻ ആണ്. സംസാര എന്നൊരു ഫിലോസഫിയാണ്, സൈക്കിൾ ഓഫ് ബർത്ത്, ഡെത്ത്, റീബർത്ത്, അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ കൊണ്ടുവരാത്തൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കണ്ടന്റ് പാർട്ട് ഇൻട്രോയിൽ മാക്സിമം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം.
അൺലെസ് ആൻഡ് അൺടിൽ നമുക്ക് വേറെ കയ്യിൽ പോയിന്റ് ഇല്ല, ക്വസ്റ്റ്യൻ്റെ ആ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, നമ്മുടെ കണ്ടന്റ് ലെവൽ കുറവാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം കണ്ടന്റിലെ ഒരു പോയിന്റ് എടുത്ത് നമുക്ക് ഇൻട്രോയിലേക്ക് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. വേണമെങ്കിൽ കുറച്ചുകൂടെ ജേർണലിസ്റ്റിക് ആക്കാമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫിലോസഫിക്കലും ആർക്കിടെക്ചറിലും മറ്റേ കൾച്ചറിലും അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്തൂപ എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കുറച്ചുകൂടി ജേർണലിസ്റ്റിക് ആക്കിയാലും തെറ്റില്ല, കാരണം പോയിന്റ്സ് റിപ്പീറ്റേഷൻ കുറയാനായിട്ട്. അപ്പം ഇനിഷ്യൽ ടൈംസിൽ ഈ പറഞ്ഞ പോലെ പ്രിമിറ്റീവ് ആണ് സംസാരം എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ഉള്ളത്. മൗര്യൻ പീരീഡ് 3rd century BC മുതൽ സ്തൂപാസ് അശോകന്റെ ടൈം മുതൽ ഭയങ്കരമായിട്ട് പ്രൊമിനന്റ് ആവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ഐഡിയലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അശോകന് മുമ്പ് തന്നെ ബുദ്ധന്റെ റിമെയിൻസ് ഹോൾഡ് ചെയ്യാനായിട്ട്, ക്രമേറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്തൂപാസിൽ അശോകൻ ഫർദർ അതിനെ ബുദ്ധന്റെ റിലിക്സും ബുദ്ധന്റെ ഐഡിയോളജീസും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഈ സ്തൂപാസിനെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എക്സാമ്പിൾ സാഞ്ചി സ്തൂപ. സ്തൂപയുടെ ഒരു പടവും വരച്ചിട്ടുണ്ട്. അണ്ടാസ്, ഛത്രാസ്, ഹർമികാസ്, ടൊറാനാസ് ഒക്കെ കാണിക്കുന്ന ഒരു പടവും വരച്ചിട്ടുണ്ട്. പടം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പടം ഇല്ല എന്ന് കരുതി ഒരിക്കലും മാർക്ക് കുറയില്ല. പക്ഷെ പടം ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റിലും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യണം, വളരെ കൊഹറൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പോയിന്റ്സ് കൺവേ ചെയ്യണം. അതിനപ്പുറത്തേക്ക് ബാക്കി ഉത്തരങ്ങളിൽ നിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു എഡ്ജ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് ആ എഡ്ജ്. ഓക്കെ, അപ്പം മൗര്യൻ ടൈംസിൽ സ്തൂപ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പരിനിർവാണ, ആ ഒരു ഫൈനൽ ലിബറേഷൻ ഫേസിനെയാണ് സ്തൂപാസ് കാണിക്കുന്നത്. പോസ്റ്റ് മൗര്യനിലേക്ക് എത്തുമ്പോഴേക്കും ശുങ്കാസും സത്വാഹനാസും അവർ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ടൊറാനാസ് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ബാർഹൂത്ത്, അമരാവതി സ്തൂപാസ് പോലുള്ള വലിയ വലിയ സ്തൂപാസ് അവർ ഉണ്ടാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഫോക്ക് മോട്ടീവ്സ്, ബുദ്ധന്റെ ജാതക ടേൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോക്ക് മോട്ടീവ്സ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ഐഡിയൽസ്, അഹിംസ, ഫോർഫോൾഡ് പാത്ത് ടു നിർവാണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടൊറാനാസിൽ അവർ ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റിൽ ഇറ്റ് ഈസ് ട്രാൻസിഷനിങ് ഫ്രം റെലിക് വർഷിപ്പ് ടു ഐക്കണിക് റെപ്രസെൻറ്റേഷൻ. ഒരു റെലിക് വർഷിപ്പിൽ നിന്ന് ഒരു ഐക്കണിക് റെപ്രസെൻറ്റേഷനിലേക്ക് അത് മാറുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബുദ്ധനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, നിർവ്വാണ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബോധി ട്രീ പോലുള്ള സാധനങ്ങൾ പ്രിഡോമിനൻ്റ് ആയിട്ട് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൺക്ലൂഷൻ: ദസ് സ്തൂപ ആർക്കിടെക്ചർ ഗീവ്സ് എ ഗ്ലിംപ്സ് ഓഫ് ഇന്ത്യസ് റിച്ച് റിലീജിയോ കൾച്ചറൽ ട്രഡീഷൻ ആൻഡ് ഈസ് ഫോക്കസ്ഡ് ഇൻ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ഓഫ് ടൂറിസം. ഒരു ഹയർ അനാലിസിസ്. ക്വസ്റ്റിൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ അറിയാമെന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു എക്സ്ട്രാ എഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ഉണ്ട്, ഒരു ഫർദർ അനാലിസിസ് വെച്ചുകൊണ്ടുള്ള ഒരു കൺക്ലൂഷനും ഉണ്ട്. പലപ്പോഴും സ്റ്റുഡൻസ് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോയിന്റ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്, കീവേഡ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കീവേഡ്സ് മാക്സിമൈസ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഭയങ്കരമായിട്ട് റിവാർഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് വായിക്കുന്ന എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഒരു പോയിന്റ് വായിക്കുമ്പം ഇതെങ്ങനെയാണ് ഇവിടെ പ്ലേസ്ഡ് ആവുന്നത്, അങ്ങനെ ഒരു ചിന്ത എക്സാമിന് വരാനായിട്ട് പാടില്ല. പോസ്റ്റ് മൗര്യൻ ഫേസ്, അഡീഷൻ ഓഫ് ടൊറാനാസ് ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് സ്തൂപാസ്, അതാണ് അവിടുത്തെ ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ എടുക്കുമ്പം ട്രാൻസിഷൻ ഫ്രം റെലിക് ടു ഐക്കണിക് റെപ്രസെൻറ്റേഷൻ, അത് വളരെ സിമ്പിളാണ്, പ്ലെയിനാണ്, അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. വായിക്കുന്ന ആൾക്ക് രണ്ടാമതൊരു സംശയം വരുന്നില്ല. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഫീഡ്ബാക്ക് തരാൻ പറ്റാതിരുന്നവരുണ്ടെങ്കിൽ, സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി വാട്സ്ആപ്പ് മീ. ഓക്കെ, താങ്ക് യു.